കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ വീട്ടിൽ നിത്യവും ആവശ്യമുള്ള പച്ചക്കറികളെങ്കിലും അടുക്കള മുറ്റത്ത് ജൈവ രീതിയിൽ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. വീട്ടുവളപ്പിൽ സ്ഥലം കുറവാണെങ്കിൽ ഗ്രോ ബാഗിലോ ചട്ടിയിലോ ചാക്കിലോ ഇനി ടെറസിൻ്റെ മുകളിലോ ഒക്കെ ആയിട്ട് ചെറിയൊരു പച്ചക്കറി തോട്ടം ഒരുക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. ചെറിയ രീതിയിലെങ്കിലും വീട്ടിലേക്ക് അത്യാവശ്യമുള്ള പച്ചമുളക്, വഴുതന, പാവല്, പയറ്, ചീര, വേപ്പില തുടങ്ങിയവയൊക്കെ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ അധികവും. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത് ഓഗസ്റ്റ് മാസത്തിൽ നട്ടു കഴിഞ്ഞാൽ നല്ല പോലെ തഴച്ച് വളർന്ന് നിറയെ കായ്ഫലം ലഭിക്കുന്ന പച്ചക്കറി ഇനങ്ങൾ ഏതൊക്കെയാണ് എന്നതിൻ്റെ ഒരു ചെറിയ വിശദീകരണമാണ്. ഇപ്പോൾ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ടെങ്കിലും ചീര കൃഷിയെപ്പറ്റി ആലോചിക്കാത്തതാണ് നല്ലത്. ചീര വിത്തൊക്കെ വാങ്ങി സൂക്ഷിച്ചു വെച്ചോളൂ. മഴക്കാലം കഴിയുന്നതോടുകൂടി ചീര കൃഷി ചെയ്യാവുന്നതാണ്. ഓഗസ്റ്റ് മാസത്തിൽ നട്ടു കഴിഞ്ഞാൽ കൂടുതൽ വിളവ് ലഭിക്കുന്ന ഒന്നാണ് പയർ ഇനങ്ങൾ. പയർ എല്ലാ സീസണിലും കൃഷി ചെയ്യാമെങ്കിലും ഓഗസ്റ്റിൽ നട്ടു കഴിഞ്ഞാൽ കീടശല്യം രൂക്ഷമാവാതെ നന്നായി വളർന്ന് നിറയെ കായ്ഫലം ലഭിക്കും. അമരപ്പയർ, കുറ്റിപ്പയർ, നീളൻ പയർ, ബീൻസ് തുടങ്ങിയ പയറിനങ്ങളെല്ലാം ഓഗസ്റ്റ് മാസത്തിൽ വളർത്തിയാൽ നിറയെ കായ്ഫലം ലഭിക്കുന്ന ഇനങ്ങളാണ്. ചതുരപ്പയർ മറ്റേതെങ്കിലും സീസണിലാണ് നടുന്നതെങ്കിൽ പടർന്ന് പന്തലിച്ച് അങ്ങനെ വളർന്നു നിൽക്കുമെന്നല്ലാതെ പൂവിടുകയോ കായ്ഫലം ലഭിക്കുകയോ ചെയ്യില്ല. മറ്റു പയറിനേക്കാൾ 8 മടങ്ങ് അധികം പ്രോട്ടീൻ ചതുരപ്പയറിൽ അടങ്ങിയിട്ടുണ്ട്. പയറിനങ്ങളെല്ലാം പാകുന്നതിന് മുമ്പായിട്ട് 48 മണിക്കൂർ നേരം വിത്തുകൾ വെള്ളത്തിലിട്ട് വെക്കുകയോ നനഞ്ഞ തുണിയിൽ കിഴി കെട്ടി വെക്കുകയോ ചെയ്താൽ പെട്ടെന്ന് തന്നെ മുളച്ചു വരും. തൈകൾ വളർന്ന് വള്ളി വീശി തുടങ്ങുമ്പോൾ പന്തലിൽ കയറ്റിവിടുകയോ അങ്ങനെ മറ്റെന്തെങ്കിലും ചെയ്തു കൊടുക്കണം. വിത്തുകൾ മുളച്ച് മാറ്റി നടുമ്പോൾ ഒരു പൊടി എല്ലുപൊടിയും ചാണകപ്പൊടിയും ഇട്ട് മണ്ണ് നല്ലപോലെ ഇളക്കി കൊടുക്കണം. പറമ്പിൽ നേരിട്ട് തൈകൾ നടുകയാണെങ്കിൽ വാരം കോരിയോ കൂന കൂട്ടിയോ അടിവളമായി കാലിവളം, കമ്പോസ്റ്റ് ചേർത്ത മണ്ണുമായി മിക്സ് ചെയ്ത് ഒരു തടത്തിൽ 1-2 തൈകൾ നടാവുന്നതാണ്. അതേപോലെ തന്നെ പയർ ഇനങ്ങൾ വളരുന്നതോടൊപ്പം കീടശല്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആഴ്ചതോറും വേപ്പെണ്ണ മിശ്രിതം നമ്മൾ ചെടികൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആഴ്ചതോറും സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇലകളുടെ നീരൂറ്റി കുടിക്കുന്ന വെള്ളീച്ച, പച്ചത്തുള്ളൻ പോലെയുള്ള കീടങ്ങളുടെ ആക്രമണം ഇല്ലാതെ നല്ല രീതിയിൽ ചെടികൾ വളർത്തിയെടുക്കാൻ നമുക്ക് പറ്റും. വേപ്പെണ്ണ മിശ്രിതം ഉണ്ടാക്കുന്ന വിധം ഞാൻ മറ്റൊരു വീഡിയോയിൽ വ്യക്തമായി മനസ്സിലാവുന്ന വിധത്തിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും വേപ്പെണ്ണ മിശ്രിതം തയ്യാറാക്കുന്നതിൻ്റെ ചെറുതായൊരു വിവരണം ഇവിടെ പറയാം. ആദ്യം തന്നെ 40 മില്ലി വേപ്പെണ്ണയും 20 മില്ലി ആവണക്കെണ്ണയും കൂടി നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് 5 ഗ്രാം ബാർ സോപ്പോ ലിക്വിഡ് സോപ്പോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് ലയിപ്പിച്ചെടുക്കണം. ഇത് തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് വേപ്പെണ്ണ എടുത്തിട്ട് അതിലേക്കായിരിക്കണം സോപ്പ് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലാതെ സോപ്പ് ലായനി എടുത്ത് അതിലേക്ക് വേപ്പെണ്ണ ഒഴിച്ചു കൊടുത്താൽ ഒരിക്കലും അത് മിക്സായി കിട്ടുകയില്ല. ഇങ്ങനെ തയ്യാറാക്കിയ കൂട്ടിലേക്ക് 3-4 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം ആഴ്ചതോറും ഇലകളിലും തണ്ടിലുമൊക്കെ നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്നും കൂടാതെ പയർ പൂവിട്ട് തുടങ്ങുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന മറ്റൊരു മാരകമായ കീടമാണ് മുഞ്ഞകൾ. കറുത്ത് കടുകുമണി പോലെ ഇളം തണ്ടുകളിൽ പറ്റിപ്പിടിച്ച് ചെടി തന്നെ ആകപ്പാടെ നശിപ്പിക്കുന്ന ഈ കീടശല്യത്തെ ഇല്ലാതാക്കാൻ ബിവേറിയ 2 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി കീടബാധയുള്ള ഭാഗത്ത് ആഴ്ചതോറും സ്പ്രേ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ മുഞ്ഞയുടെ ശല്യം മാറിക്കിട്ടുകയുള്ളൂ. പയർ കൂടാതെ ഓഗസ്റ്റ് മാസത്തിൽ നട്ടാൽ കൂടുതൽ കരുത്തായി വളരുന്ന ഇനങ്ങളാണ് പാവല്, കുമ്പളം, മത്തൻ തുടങ്ങിയവയൊക്കെ. പാവൽ കൃഷിയുടെ പ്രധാന ശത്രുക്കൾ ആമവണ്ടുകളാണ്. ഇതിനെ നിയന്ത്രിക്കാൻ തുടക്കം മുതലേ വേപ്പെണ്ണ മിശ്രിതം തന്നെയാണ് ഫലപ്രദമായ മാർഗം. അതുപോലെ തന്നെ പാവലിൽ കായ ഉണ്ടാകാൻ തുടങ്ങിയ ഉടനെ തന്നെ കായ്കൾ പേപ്പർ കൊണ്ട് കുമ്പിൾ കുത്തിയോ അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിട്ടോ സംരക്ഷിച്ചില്ലെങ്കിൽ കായ്കളെല്ലാം കായ്ച്ചകൾ കുത്തി നശിപ്പിച്ചു കളയും. കൃഷിയിടത്തിൽ പലയിടത്തായി മഞ്ഞക്കണികൾ സ്ഥാപിക്കുകയാണെങ്കിൽ കായ്ച്ചകൾ മഞ്ഞ കളറിൽ ആകർഷിതരായി അതിൽ പറ്റിപ്പിടിച്ച് കുറേയൊക്കെ നശിച്ചുകൊള്ളും. ഇവിടെ കാണുന്ന പാവൽ തൈകൾ ഞാൻ വിത്തുകൾ പാകി മുളപ്പിച്ച് മാറ്റി നട്ട തൈകളാണ്. ഇപ്പോൾ ഇതിൽ ആദ്യമായി ആൺപൂവുകൾ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് 1-2 പെൺപൂക്കളും വിരിഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ ഇതിന് തുടക്കം മുതലേ വേപ്പെണ്ണ മിശ്രിതമാണ് ആഴ്ചതോറും അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് ആമവണ്ടുകളൊന്നും അടുക്കുന്നില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ കീടങ്ങളെ കാണുമ്പോൾ അപ്പോൾ തന്നെ പിടിച്ച് നശിപ്പിച്ച് കളയുകയാണ് പതിവ്. നമ്മുടെ തോട്ടത്തിലെ ചെടികളെ ദിവസവും ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ കീടനാശിനി ഒന്നും കൊടുക്കാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് പാവൽ കൃഷിയും അതുപോലെ മറ്റെല്ലാ ചെടികളും കൃഷി ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഓഗസ്റ്റിൽ നടാവുന്ന പയർ ഇനങ്ങൾ പറഞ്ഞു.
പാവലിനെ പറ്റി പറഞ്ഞു, മത്തനെ പറ്റിയും കുമ്പളത്തെ പറ്റിയും ഒക്കെ പറഞ്ഞു. ഇനി അടുത്തതായി ആഗസ്റ്റിൽ നടാൻ പറ്റിയ മറ്റൊന്നാണ് തക്കാളി ചെടി. തക്കാളിയുടെ തൈകൾ പാകി മുളപ്പിച്ചതിന് ശേഷം 6 ഇല പ്രായമായാൽ തയ്യാറാക്കി വെച്ച വളക്കൂറുള്ള മണ്ണിലേക്ക് തൈകൾ മാറ്റി നടാവുന്നതാണ്. ഈ കാണുന്ന തൈകളൊക്കെ പാകി മുളപ്പിച്ച് മാറ്റി നട്ട തൈകളാണ്. തക്കാളി തൈകൾ നടുമ്പോൾ കുറച്ച് ആഴത്തിൽ നട്ടു കൊടുക്കേണ്ടതുണ്ട്. ഏത് ചെടികൾ നട്ടു കഴിഞ്ഞാലും ഉടനെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. സ്യൂഡോമോണസ് 20 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചെടികളുടെ കടക്കൽ ഒഴിച്ചു കൊടുക്കാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. തക്കാളി ചെടികൾ വളരുന്നതിനനുസരിച്ച് മണ്ണ് കൂട്ടി കൂട്ടി കൊടുക്കണം. അതേപോലെ തന്നെ തക്കാളി ചെടികളുടെ മെയിൻ തണ്ടിനോട് ചേർന്ന് ഇടക്കിടക്ക് ഉണ്ടാകുന്ന സക്കറകൾ പോലെയുള്ള ശാഖകളെല്ലാം ആദ്യം തന്നെ നുള്ളിക്കളയണം. അതുപോലെ ഏറ്റവും താഴെയുള്ള, അതായത് മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന ഇലകളും പൊട്ടിച്ച് കളയുക തന്നെ വേണം. തക്കാളിയുടെ വളർച്ചയ്ക്ക് നാം ചെയ്തു കൊടുക്കേണ്ടുന്ന മറ്റൊരു കാര്യം, പൂവിടുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ കൂമ്പുകളൊന്ന് നുള്ളിക്കളയണം. ഇതൊക്കെ ചെയ്താൽ മാത്രമേ തക്കാളി നല്ല കരുത്തായി വളർന്ന് കൂടുതൽ പൂവിട്ട് കായ്ഫലം ലഭിക്കുകയുള്ളൂ. തക്കാളി ചെടി കുറച്ച് വലുതാകുമ്പോഴേക്കും ചെരിഞ്ഞു വീഴാൻ തുടങ്ങും. അതിനു മുമ്പായി ഓരോ ചെടിക്കും കമ്പുകൾ കുത്തി താങ്ങ് കൊടുക്കണം. ഞാനിവിടെ ചരട് കെട്ടിയാണ് താങ്ങ് കൊടുത്തിരിക്കുന്നത്. തക്കാളി ചെടിക്കും മറ്റെല്ലാ പച്ചക്കറികൾക്കും കൊടുക്കാവുന്ന ഏറ്റവും നല്ല വളം കടലപ്പിണ്ണാക്കും എല്ലുപൊടിയും കൂടി തയ്യാറാക്കി വെക്കുന്ന ജൈവ സ്ലറി തന്നെയാണ്. അപ്പോൾ ഈ ഓഗസ്റ്റിൽ നട്ടു കഴിഞ്ഞാൽ തക്കാളി കൃഷിയും നിറയെ കായ്ഫലം ലഭിക്കുന്ന സമയമാണ് ഇത്. ഓഗസ്റ്റിൽ നട്ടാൽ നിറയെ കായ്ഫലം ലഭിക്കുന്ന മറ്റ് ഇനങ്ങളാണ് വഴുതിനയും വെണ്ടയും. ഈ മഴക്കാലത്ത് വഴുതിനയുടെ പ്രധാന ശത്രു നേരത്തെ പറഞ്ഞ പോലെ ആമവണ്ട് തന്നെയാണ്. വേപ്പെണ്ണ മിശ്രിതം തെളിച്ചും വിവേറിയ തളിച്ചും കീടശല്യം ഒഴിവാക്കാവുന്നതാണ്. വഴുതിനക്കും വെണ്ടക്കും മഴക്കാലത്ത് മണ്ണ് കൂട്ടി കൊടുക്കണം. വെണ്ടയെ ബാധിക്കുന്ന കീടബാധ ഇലചുരുട്ടിപ്പുഴുവിൻ്റെ അറ്റാക്കാണ്. നമ്മൾ എല്ലാ ദിവസവും ചെടികളെ നിരീക്ഷിച്ച് ഇലചുരുട്ടിപ്പുഴുവിനെ നശിപ്പിച്ച് കളയുകയാണ് ഏറ്റവും നല്ല മാർഗം. ഇനി നടേണ്ടത് നമുക്ക് എന്നും അത്യാവശ്യമുള്ള പച്ചമുളക് തൈകളാണ്. പച്ചമുളകിന് ഒരു സീസണും നോക്കേണ്ട കാര്യമില്ല. നല്ലപോലെ ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്നും വിളവെടുക്കാൻ പറ്റുന്ന ഒന്നാണ് പച്ചമുളക്. മഴക്കാലത്ത് പച്ചമുളകിൻ്റെ പ്രധാന ശത്രുക്കളായ വെള്ളീച്ചയുടെ ശല്യം പൊതുവെ കുറവാണ്. എൻ്റെ തോട്ടത്തിൽ ഗ്രോ ബാഗിൽ നിറയെ പഴുത്തു നിൽക്കുന്ന പച്ച കാന്താരി നിങ്ങൾ കണ്ടില്ലേ? പച്ച മാത്രമല്ല, വെള്ള കാന്താരിയും കാപ്സിക്കത്തിൻ്റെ തൈകളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പച്ചമുളക് ചെടികളിൽ മഴക്കാലത്ത് ശ്രദ്ധിക്കാനുള്ളത്, യാതൊരു കാരണവശാലും മുളക് ചെടികളുടെ കടക്കിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. അത് ഗ്രോ ബാഗിലായാലും ചാക്കിലായാലും ഇനിയിപ്പം നിലത്താണെങ്കിലും ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കാൻ നമ്മൾ അനുവദിക്കരുത്. മഴക്കാലമായതുകൊണ്ട് നാം കൊടുക്കുന്ന വളങ്ങളെല്ലാം മഴവെള്ളത്തിൽ ഒഴുകി പോകാൻ സാധ്യതയേറെയാണ്. അതിനാൽ 10 ദിവസം കൂടുമ്പോൾ ഏതെങ്കിലും ജൈവ വളങ്ങൾ ചെടികൾക്ക് ഇട്ടുകൊടുക്കാൻ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ കൂർക്കയുടെ വിത്ത് പാകി മുളപ്പിച്ച് അതിൽ നിന്നും വരുന്ന തണ്ടുകൾ ഒടിച്ച് കൂടുതൽ സ്ഥലത്തേക്ക് നട്ടു വളർത്താൻ പറ്റിയ സമയമാണ് ഈ ഓഗസ്റ്റ് മാസം. കൂർക്കയുടെ തലപ്പുകൾ മണ്ണുത്തി അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ആ പരിസരത്ത് ഉള്ളവർക്കെല്ലാം ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ആഗസ്റ്റിലെ കൃഷി വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതട്ടെ. ഈ ചാനൽ നിങ്ങൾ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.